വേണ്ടി എത്രത്തോളം സമർപ്പിതരാണെന്നറിയാനും നിങ്ങളുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനും ഞാൻ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ മാനസികമാണ്, ചിലപ്പോൾ ശാരീരികമാണ്, ചിലപ്പോൾ ഭരണകേന്ദ്രത്തിൽ നിന്നാണ്, ചിലപ്പോ അന്തരീക്ഷത്തിലാണ്, ചിലപ്പോൾ മണ്ണിലാണ്, വെണ്ണിലാണ്. ഇത് ഈ ലോക സൃഷ്ടിപ്പിന്റെ അനിവാര്യതയാണ്. അതിലൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, കൂലിയുണ്ട്. അതുകൊണ്ട് അടിപതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും സൃഷ്ടാവുമായ അല്ലാഹു, ആ റബ്ബുൽ ഇസ്സത്ത്, എന്റെ ആരാധ്യനായ ഒരേ ഒരുത്തൻ, അവന് വേണ്ടിയുള്ള ജീവിതമാണ് എന്റെ ജീവിതം. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സത്യവിശ്വാസി, ഇത് ഉറപ്പിച്ചു പറയുന്ന ഒരു ഉമ്മ, ഒരു ഉപ്പ, അത് പറയുന്ന ഒരു പെങ്ങള്, ഒരു സഹോദരൻ, ഒരു മകൻ, ഒരു മകള്, നമ്മുടെ യുവാക്കള്, യുവതികള്, വിദ്യാർത്ഥിനികൾ, എന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ ആരാധനയും എന്റെ സമർപ്പണവും എല്ലാം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ജനിച്ച കുഞ്ഞിന്റെ വലതു ചെവിയിൽ അല്ലാഹു അക്ബറിന്റെ ശബ്ദം മുഴങ്ങിയത്. അത് ഓർമ്മിപ്പിക്കാനാണ് വലതു ചെവിയിൽ ഈ ദൗത്യം കഴിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഒരു യാത്ര. ആ യാത്രക്ക് മുന്നേ നിനക്ക് വേണ്ടി ഒരു ജനാസ നിസ്കാരമുണ്ട്. ആ ജനാസക്ക് ഇമാം ഒരിക്കലും ഇഖാമത്ത് വിളിക്കില്ല. ആ ഇഖാമത്ത് ഇപ്പോഴേ വിളിച്ചു വെക്കുന്നു, മോനെ, മോളെ, ഖദ് ഖാമത്തിസ് സ്വലാത്തു, ഖദ് ഖാമത്തിസ് സ്വലാഹ്. കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലിനാണ് അല്ലാഹു ബശീറൻ വ നദീറാ. പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഉണർത്തൽ പറയാൻ, ഉണർത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്.